കഴിഞ്ഞ വർഷം 2024 മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും 133% വരെ റിട്ടേൺ നൽകിയതുമായ ഒരു സ്റ്റോക്ക് ഈ വർഷം തുടക്കം മുതൽ ഇടിയുകയാണ്. ജനുവരി മാസത്തിൽ മാത്രം സ്റ്റോക്ക് 28%-ഓളം കറക്റ്റായി ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഓവർസോൾഡ് കാറ്റഗറിയിൽ എത്തപ്പെട്ട ടാറ്റ ഗ്രൂപ്പിലെ ഒരു പ്രമുഖ സ്റ്റോക്കിനെക്കുറിച്ചും സ്റ്റോക്കിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രെൻഡ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രെൻഡ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 2%-ഓളം ഇടിഞ്ഞ് 5624 ക്ലോസിംഗ് നൽകി. ജനുവരി മാസത്തിൽ മാത്രം സ്റ്റോക്ക് 25%-ലേറെ ഇടിഞ്ഞു കഴിഞ്ഞു. സ്മാൾ ക്യാപ് കാറ്റഗറിയിൽ നിന്നും മിഡ് ക്യാപ്പിലേക്ക് വളരുകയും അവിടെ നിന്നും ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് എത്തപ്പെടുകയും ഇൻവെസ്റ്റേഴ്സിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹെവി റിട്ടേൺ നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് ട്രെൻഡ് ലിമിറ്റഡ്. പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ വർഷം മാത്രം സ്റ്റോക്ക് 100%-ലേറെ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. 2024 ഒക്ടോബർ മാസത്തെ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് 38%-ലേറെ കറക്റ്റായി കഴിഞ്ഞു. സ്റ്റോക്ക് ടെക്നിക്കലി വീക്ക് സോണിലേക്ക് എത്തപ്പെടുകയും സ്റ്റോക്കിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ RSI 30-ൽ താഴെ, അതായത് 25 ഓവർ സോൾഡ് എന്ന റീജിയനിലേക്ക് എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് 200-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനും 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലാണ് 200-ഡേ മൂവിംഗ് ആവറേജ് സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തത്. ടെക്നിക്കലി വീക്കായ സ്റ്റോക്കാണ്. അതേസമയം ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തപ്പെട്ട സ്ഥിതിക്ക് ഇനി സ്റ്റോക്കിൽ അത്ര ഇൻറ്റൻസ് സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ട്രെൻഡ് റിവേഴ്സോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ മേജർ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഒരു ബൗൺസ് ബാക്കിൻ്റെ സൂചനയോ നൽകുകയാണെങ്കിൽ ബോട്ടം ഫിഷിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ്. ആദ്യം തന്നെ ട്രെൻഡ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 5850 രൂപയുടെ ടാർഗറ്റ് നൽകിയതിന് ശേഷമാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ 5850 എന്ന ഡൗൺ സൈഡ് ടാർഗറ്റ് സ്റ്റോക്ക് അച്ചീവ് ചെയ്തു കഴിഞ്ഞു. അതേസമയം കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ എക്സ്പെർട്ട് തന്നെ പറയുന്നു 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 29% CAGR കൂടിയും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 35% CAGR കൂടിയും വളരാൻ സാധ്യതയുണ്ട്. അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാൽ 22 അനലിസ്റ്റുകൾ കവറേജ് നൽകിയ സ്റ്റോക്കിൽ 12 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും 5 അനലിസ്റ്റുകൾ സെല്ല് ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം തന്നെ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സ്റ്റോക്കിന് 5850 രൂപയുടെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട റീസെൻ്റ് റിപ്പോർട്ട് പ്രകാരം ട്രെൻഡിൻ്റെ ബിസിനസ് മോഡലായ സ്റ്റുഡിയോ മൾട്ടിപ്പിൾ സ്റ്റോറുകൾ സെയിം സിറ്റികളിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ട്രെൻഡിൻ്റെ ടോട്ടൽ സ്റ്റോറുകൾ 633 ആണെങ്കിൽ അതിൽ 260 സ്റ്റോറുകളിൽ പല സ്റ്റോറുകളും അടുത്തടുത്ത ലൊക്കേഷനുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കമ്പനിയെ ഒരു റവന്യൂ കാനിബലൈസേഷനിലേക്ക് നയിക്കും എന്ന കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ആരംഭിച്ചത്. കൂടാതെ 180-ലധികം പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ആൾറെഡി സ്റ്റോറുകൾ അടുത്തടുത്ത് അല്ലെങ്കിൽ സെയിം സിറ്റിയിൽ തന്നെയാണ് സ്റ്റോറുകൾ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നത് കമ്പനിയുടെ എക്സ്പെൻസ് വർദ്ധിപ്പിക്കും. കൂടാതെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ട്രെൻഡിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള സ്റ്റാർ ബസാർ എന്ന ഹൈപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കിനെയും ട്രെൻഡ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൾറെഡി സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ ബിസിനസ് മോഡലുകൾ, ക്വിക്ക് കൊമേഴ്സ്, ഡാർക്ക് സ്റ്റോർ എന്നീ ബിസിനസ് മോഡലുകളിൽ നിന്നും കടുത്ത കോമ്പറ്റീഷൻ നേരിടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർ ബസാറിൻ്റെ റവന്യൂ ഗ്രോത്ത് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റിവൈസ് ചെയ്ത് 58% നിന്നും 32% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ്സിലേക്കും കമ്പനി സ്റ്റോറുകളുടെ, അതായത് സെയിം ലൊക്കേഷനിലുള്ള സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നത് കമ്പനിയുടെ എക്സ്പെൻസ് ഉയർത്തുമെന്നും കമ്പനിയുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ വാർത്ത വന്നതിനു ശേഷമാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായത്. സ്റ്റോക്ക് ഓവർസോൾഡ് കാറ്റഗറിയിൽ എത്തപ്പെട്ട് കഴിഞ്ഞു. 10 അനലിസ്റ്റുകളിൽ, അതായത് 22 അനലിസ്റ്റുകളിൽ 12 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്.
ട്രെൻഡ് ഓൾ ടൈം ഹൈയിൽ നിന്ന് 38% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 5624 എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് 5350 ആണ്. 5350 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിന് 5000 എന്ന റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിക്കും. ഏതെങ്കിലും കാരണവശാൽ 5000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ പിന്നീടുള്ള സ്റ്റോക്കിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് 3500-നടുത്താണ്. 3500 വരെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം 5000 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാഗേർഡ് മാനറിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൽ ഇതുവരെയും ട്രെൻഡ് റിവേഴ്സലിൻ്റെയോ കൺസോൾട്ടേഷൻ്റെയോ സിഗ്നൽ വന്നിട്ടില്ല. ട്രെൻഡ് റിവേഴ്സലിൻ്റെയോ കൺസോൾട്ടേഷൻ്റെയോ സിഗ്നൽ വന്നതിന് ശേഷം മാത്രം സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്